ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരുന്നത് ഞാൻ ഒരു പ്രവാസിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എല്ലാ പ്രവാസിയും ഒരു അന്യനാട്ടിൽ പോയിട്ട് ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. എൻ്റെ ഭാര്യ നാലാറ് മുമ്പിൽ കൈനീട്ടാൻ പാടില്ല, എൻ്റെ കുട്ടികൾ നല്ല ഫുഡ് കഴിക്കണം, ഞാൻ എന്ത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. അത് മാത്രമല്ല, എല്ലാ പ്രവാസികളും അവരവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ആ പ്രവാസി അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് മറ്റൊരാളുടെ കുടുംബം പോട്ടാനല്ല, അവൻ്റെ കുടുംബം പോട്ടാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാനിതൊക്കെ ഇന്ന് പറയാൻ കാരണം, ഞാനൊരു പ്രവാസിൻ്റെ ഭാര്യയാണ്, പ്രവാസിൻ്റെ കൂടെ ജീവിച്ച ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് ഫാമിലി. എന്തുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ ഡിപ്പെൻഡ് ആവും. എന്ത് കാര്യം, നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങുന്നെങ്കിലോ കാർ വാങ്ങുന്നെങ്കിലോ ഒരു ബിസിനസ് ചെയ്യണമെങ്കിലോ അത് അവരുടെ ബ്രദേഴ്സിനായിട്ട് ഡിപ്പെൻഡ് ആവും. ഏറ്റവും വലിയ വിശ്വാസമാണ്, എൻ്റെ ഫാമിലി എന്നെ കൈവിടൂല. പൊതുവെ ഇക്കൻ്റെ ഭാര്യയായ ഞാനും എൻ്റെ കുട്ടികളെ കൈവിടില്ല എന്നുള്ളൊരു അന്ധവിശ്വാസമാണ് എൻ്റെ ഭർത്താവിനുള്ളത്. ഞാൻ എന്നും പറയാറുണ്ട്, എന്ത് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ കരയാറുണ്ട്. ഇക്ക ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കായ കാര്യം ആർക്കും ആവാതിരിക്കുക. കാരണം ഇക്ക എല്ലാ ഫെസിലിറ്റീസ് എനിക്കും എൻ്റെ കുട്ടികൾക്ക് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞ് എൻ്റെ ഇക്കാൻ്റെ ബ്രദേഴ്സിനെ ഏൽപ്പിച്ച് പോയ ഒരാളാണ്. പക്ഷെ ഇക്ക പോയതോടെ അവർ തിരിഞ്ഞി പോലും നോക്കില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സങ്കടമായ കാര്യമാണ്. ഇപ്പോഴും ഞാൻ ഒരു ലീസ് വീടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഇതുവരെ തിരിഞ്ഞു നോക്കാറില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാറില്ല. കുട്ടികളാണെങ്കിൽ രണ്ടും മെത്തിയും കുട്ടികളാണ്, അവരതും അന്വേഷിക്കാറില്ല. ഞാനൊരു സിംഗിൾ പേരൻ്റായിട്ടാണ് ഞാൻ റെൻ്റ് ഹൗസിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഓരോ റെൻ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അത്രേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ വലുതാവുന്ന വരെ ഒരു 5 years എങ്കിലും ഒരു വീട്. കാരണം എനിക്ക് കണ്ണീരടിക്കാൻ പറ്റുന്നില്ല. എത്ര ദിവസം ഞാൻ വാടക ഇരിക്കണം, എത്ര ദിവസമാണ് വാടകക്കാർ പ്രശ്നമാക്കുന്നതും വാടകക്കാർ ചീത്തങ്ങൾ കേൾക്കുന്നതും. അവർ നമ്മൾ റെന്റ് കൊടുത്താലും അവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ എൻ്റെ ഇക്കാൻ്റെ കുറച്ച് എമൗണ്ടൊക്കെ ബാങ്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട്, ഈ കമ്പനി ഒരു വൈഫൈ എനിക്ക് ബാങ്ക് ബാലൻസ് ഒക്കെ അയച്ചു. ഇക്കൻ്റെ 3 മാസത്തെ സാലറിയും പിന്നെ ഇക്കൻ്റെ കുറച്ച് എമൗണ്ടൊക്കെ എൻ്റെ അക്കൗണ്ടിലാണ് അയച്ചത്. ആ ക്യാഷ് എങ്കിലും വെച്ചിട്ട് എൻ്റെ കുട്ടികളെ സേഫ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ലൈഫൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ്, എത്രയോ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടിട്ടാണ് നിങ്ങൾ ദുബായ്, അതായത് നിങ്ങൾ ഗൾഫ് രാഷ്ട്രത്തിൽ അധ്വാനിക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ വൈഫും നിങ്ങളുടെ കുട്ടികൾ സേഫാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഒരുപാട് പ്രവാസികൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഗൾഫിൽ അധ്വാനിക്കാം. നാട്ടിലാണെങ്കിലും ഫാമിലി ഡിപ്പെൻഡ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ആവണമെങ്കിൽ കാറാണെങ്കിൽ ഒരു ഫാമിലി ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾ മരണപ്പെട്ടാൽ അത് നിങ്ങൾ ഭാര്യ കുട്ടികൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരാൾക്കും ചിന്ത ഉണ്ടാവില്ല. അത് എത്തിയും കുട്ടികളുടെ ക്യാഷാണ്, അത് അവൻ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് ക്യാഷാണ്, തൊടാൻ പാടില്ല. ഒരാൾക്ക് ചിന്ത ഉണ്ടാവില്ല. ആ ഭാര്യ കുട്ടികൾ വയലാണെങ്കിലും അവർ തിരിഞ്ഞിപ്പോലും നോക്കാത്ത മനുഷ്യന്മാരാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബി KMCC മലപ്പുറം ജില്ലാ സെക്രട്ടറി മുനീർ ചേക്കാലിയായിരുന്നു എൻ്റെ ഭർത്താവ്. 8 വർഷമായിട്ട് അൽഫർദാൻ എക്സ്ചേഞ്ചിൽ തന്നെ IT എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. ഇക്ക മരണപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് UAE പ്രവാസിക്കും കേരളത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഒന്നവർ ലീഗിൻ്റെ ആൾക്കാരുമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യം പറയുമ്പോൾ എൻ്റെ കൊല്ലാം, എൻ്റെ കുട്ടികളെ കൊല്ലാം എന്ന് ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ എന്നും ജീവിച്ച് മരിക്കുന്നുണ്ട്. ഞാനിന്ന് ഏത് ബ്ലാക്ക് മെയിലും പേടിക്കുന്നില്ല. ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ ഓരോരോ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്. എന്തോ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്തോ ഒരു ജാടാണ്, എന്തോ ഒരു ഈഗോ ആണ്. എൻ്റെ മലയാളം കേൾക്കാനേ പറ്റുന്നില്ല എനിക്ക്. എന്തൊക്കെ കമൻസ് ഇടാറുണ്ട്. ഞാൻ മലയാളം സംസാരിക്കുന്നത് തെറ്റ് ചെയ്തവരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഭാഷ പഠിക്കുന്നത്. വേറെ ഒരു ഉദ്ദേശവും കൊണ്ടോ ഈഗോ കൊണ്ടല്ല. എന്നും എൻ്റെ ലൈഫ് കർച്ചൽ തന്നെയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇന്ന് ഒരുപാട് ഡിപ്രഷനായി പോയി.
ഒരുപാട് എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നു. എല്ലാത്തിനും കാരണം ഇക്കാൻ്റെ കുടുംബമായി പോയില്ല എന്നുള്ളത്. ഇക്കാനോട് എനിക്ക് ദ്വേഷമില്ല, ഇക്ക കുട്ടി പോലും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു സങ്കടമുള്ളൂ, ഇക്ക പറഞ്ഞാൽ ഹസ്ബൻഡാണ് കേട്ടോ. ഹസ്ബൻഡിനോട് എനിക്കൊരു ദ്വേഷവുമില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒട്ടൊരു ചെറിയ ദ്വേഷം എന്ന് പറഞ്ഞാൽ ഇക്ക അവരെ ഡിപ്പെൻഡ് ആയില്ലേ എന്നുള്ളത് മാത്രമേ ആയിരുന്നു. ദയമായി നിങ്ങളുടെ കുട്ടികളുടെ ഭാര്യ സേഫ് ആവണമെങ്കിൽ ഭാര്യക്കും കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു കാര്യമല്ല, നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ വീടോ അത് വെച്ച് കൊടുത്താലോ ഭാര്യമാർ നിങ്ങൾ ചതിക്കുന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെവിയിൽ വീഴുന്നത്, പ്രവാസിയോട് ചെവിയിൽ വീഴുന്നത്. എല്ലാ ഭാര്യമാരും അങ്ങനെ ചെയ്യൂല. ഗൾഫ് രാഷ്ട്രത്തിൽ അധ്വാനിക്കാൻ പോകുമ്പോൾ ആ ഭാര്യന്റെ ചെവിയിൽ ഒരു കാര്യം പറയാറുണ്ട്, കുട്ടികളെ നന്നായി നോക്കൂ എന്നുള്ളത്. അതേപോലെയാണ് ഓരോ ഭാര്യമാർ നോക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ അവരുടെ പേരിൽ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങളെ ഭാര്യ കുട്ടികൾക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പേരിൽ തന്നെ പ്രോപ്പർട്ടി എഴുതി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നിങ്ങൾ എന്ത് പ്രോപ്പർട്ടി ദുബായിലുണ്ട്, നിങ്ങൾ എന്ത് പ്രോപ്പർട്ടി ഗൾഫിൽ ഇരിക്കുമ്പോൾ വാങ്ങുമ്പോൾ എന്താണെങ്കിലും നിങ്ങളെ ഫാമിലിനെ ഡിപ്പെൻഡ് ആവാതെ, നിങ്ങൾ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്രദേഴ്സിനോ ആരെയും ഡിപ്പെൻഡ് ആവാതെ നിങ്ങളെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നിങ്ങളെ പേരിലാണെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളെ വൈഫ് കുട്ടികൾക്ക് മാത്രമേ ലഭിക്കുന്നതായിരിക്കും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുക, ഒരു ബിസിനസ് ഇടണമെങ്കിൽ അത് ബ്രദേഴ്സിന്റെ പേരിലാക്കുക. അവർ നമ്മളെ ചതിക്കും. മുമ്പൊക്കെ എത്തിയും കുട്ടികളെ ക്യാഷ്, ഭർത്താവ് മറിച്ചവരെ ക്യാഷ്, എത്തിയും കുട്ടികളെ ക്യാഷ് ആരും എടുക്കാറില്ല. ഇപ്പോഴുള്ള ആൾക്കാർ കണ്ണിൽ ചോരയില്ലാത്ത ആൾക്കാരാണ്. ടാർഗറ്റും നമ്മളെ തന്നെയാണ്. എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനും മടിക്കാത്ത ആൾക്കാരാണ്. ഞാൻ ഒരുപാട് ടെൻഷൻ എടുത്തു, എനിക്ക് വർക്കം വന്നിട്ടില്ല. ദാറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീട് നോക്കുന്നുണ്ടായിരുന്നു. സോ ഏകദേശം ഒരു പെണ്ണായിട്ട് ഞാൻ ഒരു വീട് നോക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു വീട് ശരിയായില്ല. ഇവിടം ഞാൻ മാറി കൊടുക്കണം, അപ്പോഴേക്ക് ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും ആലോചിക്കാത്തപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. കാരണം ഞാനൊരു പെണ്ണായിട്ട് ഒരാളുടെ പോലെയാണ് ഇപ്പം ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി. അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റക്കാണ്. ഒരു വീട്ടിലേക്ക് ഗ്യാസ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഒറ്റക്കാണ്. കുടുംബം എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ ആരും ഡിപ്പെൻഡ് ആവാറില്ല. ചില കാര്യങ്ങൾ ഞാൻ സ്വന്തമായി ചെയ്യാറുണ്ട്. എന്തുകൊണ്ടും ഞാൻ ആരും ഡിപ്പെൻഡ് ആവാത്ത, എന്തുകൊണ്ടും ഞാൻ ആരോടും ഹെൽപ്പ് ചോദിക്കാത്തെന്ന് വെച്ചാൽ നാളെ എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ആർക്കെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ അവരെടുക്കാറില്ല. എന്തിനാണറിയോ? ഇവളെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതാണോ, ഇവളെന്തെങ്കിലും പൈസത്തിന്റെ ആവശ്യത്തിന് വിളിക്കുന്നതാണോ, ഇവളെന്തെങ്കിലും വീട്ടിലത്തെ സാധനത്തിന്റെ ആവശ്യത്തിന് വിളിക്കുന്നതാണോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കൂല. അതുകൊണ്ട് എൻ്റെ ഒരു ഫോൺ വിളിച്ചാൽ അവർ പെട്ടെന്ന് എടുക്കണം എന്താണെന്ന് ചോദിക്കാണ്. കാരണം അവർക്ക് പേടി വേണ്ട ഞാൻ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ വിളിക്കുന്നതാണെന്ന്. ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ UAE-യിലുള്ള ആൾക്കാരാണെങ്കിൽ മുനീർ ചേക്കാലിയാണ്, അൽഫർദാൻ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്തുണ്ടായതാണ്. KMCCന്റെ ഒരു നല്ലൊരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നല്ലോണം സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. നമ്മളെ KMCCന്റെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഒരു കമ്പ്യൂട്ടർ മേഖലയിൽ കമ്പ്യൂട്ടർ മാസ്റ്ററായിട്ടും അവിടെ കുട്ടികൾക്ക് സ്റ്റഡീസ് കൊടുത്തുണ്ടായിരുന്നു. ഇക്കണ്ട കാര്യം ഞാൻ പ്രൗഡിലാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് ആരെങ്കിലും ജോലി ഇല്ലാതെ ദുബായിക്ക് വന്നാൽ, ഇല്ലെങ്കിൽ അലൈനിൽ വന്നാൽ, അബുദാബിയിൽ വന്നാൽ വിളിക്കുന്നത് മുനീർ കാക്കനാണ്. വിളിച്ചിട്ട് ഇക്കക്ക ഞാനിവിടെ ഉണ്ടോ, ഇക്കക്ക ഞാൻ ഇവിടെ ഉണ്ടോ, ഇല്ലെങ്കിൽ മുനീർക്ക ഞാനിവിടെ ഉണ്ടോ, എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല, ഇങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ഇക്കൻ്റെ കമ്പനിയിൽ ട്രൈ ചെയ്യും, വേറെ കമ്പനിയിലും ട്രൈ ചെയ്യും. പക്ഷെ ഇക്ക തന്നെ അവർക്ക് വന്നിട്ട് ഒരു എല്ലാ ബിസി ടൈം സ്പെൻഡ് ചെയ്തിട്ട് 1 hour എങ്കിലും അവർക്ക് കമ്പ്യൂട്ടറിൽ ക്ലാസ് കൊടുക്കും അബുദാബിയിൽ വെച്ചിട്ട്. അങ്ങനെ ഓരോരോ പേഴ്സണലായിട്ട് ക്ലാസ് കൊടുത്തു. ആരുടെയും ഒരു 5 പൈസ വാങ്ങാതെ അവർ പാവപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്തതാണ്. KMCCയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടുള്ള ആൾക്കാർക്ക് ഒരു ഐഡിയാസ് വന്നു. നാട്ടിലുള്ള ആൾക്കാർ കമ്പ്യൂട്ടർ പഠിക്കാതെയോ എന്തും ജോലി കിട്ടാതെ വരുന്ന ആൾക്കാർക്ക് ഒരു 3 മാസം ഈ KMCCയിൽ സ്റ്റഡി കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ, വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, പിന്നെ റോഡ് അടിക്കുന്ന ആൾക്കാരുണ്ടോ, മോളിൽ തുടക്കുന്ന ആൾക്കാരുണ്ടോ. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവിടെ KMCCയിൽ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് അവരൊരു ബില്ലിംഗ് സെക്ഷനിൽ ഒരു ജോബ് എടുത്ത് കൊടുക്കുന്നത് ഇക്കാണ് എല്ലാവർക്കും സഹായിച്ചു കൊണ്ട് നിൽക്കുന്നത്. ഇന്ന് ഞാൻ തളരൂല.
തളരാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇക്ക ചെയ്ത ഓരോരോ നന്മകളും എനിക്കും എൻ്റെ കുട്ടികൾക്ക് അത് വരാതിരിക്കില്ല എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇവർ സന്തോഷം, ഇവർ പ്രൗഡ്ലി ഞാൻ ഈ വാക്ക് പറയുന്നത് അവസാനം വരെ ആയിരിക്കും ഇക്കാണ്ട് പറ്റിട്ട്. അത്രയും ഒരു നല്ല പ്രവർത്തകനോ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാനോ മറ്റൊരാളെ ദ്രോഹം ചെയ്യാനോ മറ്റൊരാൾക്ക് വഞ്ചിക്കാനോ പോവാത്ത ആളാണ്. ഇത്രയും നല്ല ആളെയാണ് റബ്ബ് പെട്ടെന്ന് എടുത്തത്. പിന്നെ ഭാര്യ കുട്ടികളെ കാര്യം ഞാൻ തന്നെ പറയണമെന്നില്ല. KMCCയിൽ ഒന്ന് ചോദിച്ചാൽ മതി, അവർ എന്നെ പറഞ്ഞു കൊടുക്കും എത്രമാത്രം ഇക്ക എൻ്റെ കെയർ ചെയ്ത് നോക്കിയതാണ് എന്നുള്ളത്. കാരണം എവിടെ പോണെങ്കിലും ഇക്കക്ക് ഞാൻ കൂടെ ഉണ്ടാവണമായിരുന്നു. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ച് വളർത്തിയതാണ്. ഇന്ന് ഇക്ക അത്രയെ സ്നേഹിച്ചിട്ട് ഞാനൊരു ഏറ്റവും വലിയ ലക്കിയായിരുന്നു ഇക്കൻ്റെ ലൈഫിലുണ്ടായപ്പോൾ. ഇത്രയ്ക്കേ ഇക്ക എൻ്റെ സ്നേഹത്തിൽ വളർത്തിയൊരു ഭാര്യയാണ്. ഇത്രയേ സ്നേഹിച്ചിട്ട് വളർത്തിയാണ് ഞാനൊരു ഇക്കൻ്റെ ഭാര്യയാണ്. പക്ഷെ ഇന്ന് എൻ്റെ സിറ്റുവേഷന് ഇന്ന് എൻ്റെ സിറ്റുവേഷന് മരിച്ച് ജീവിക്കുന്ന സിറ്റുവേഷനാണ്. സോ എനിക്കറിയില്ല എന്ത് പറയണമെന്ന് അറിയില്ല. പക്ഷെ പ്രവാസികളോടാണ് വീണ്ടും പറയുന്നത്, ആരും വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ കുടുംബം സേഫ് ആക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും നിങ്ങളെ പേരിൽ തന്നെ ചെയ്തു കൊടുക്കുക. നിങ്ങൾ നാളെ മരണപ്പെട്ടാലും അത് നിങ്ങളെ ഭാര്യ കുട്ടികൾക്ക് മാത്രമേ പോവുള്ളൂ. നിങ്ങളെ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇവർ ആരും ഉണ്ടാവില്ല. ഓക്കെ, ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ളതും. ഈ വാക്ക് നെഗ്ലക്റ്റ് ചെയ്യല്ലേ. എല്ലാ പ്രവാസിമാർക്ക് അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ സിറ്റുവേഷൻ ഏത് പെണ്ണും വരാതിരിക്കട്ടെ. ഇത് ഞാനൊരു ഇത്രയും എല്ലാവരും മുമ്പിൽ വന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മെഡിക്കും എൻ്റെ ധൈര്യമാണത്. കാരണം ഞാൻ തോൽക്കില്ല, ആരും മുമ്പിൽ കൈ നീട്ടില്ല എന്നുള്ളൊരു വാശി മാത്രമായിരുന്നു എനിക്ക്. എന്തായാലും എനിക്കും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആരുടെ മനസ്സ് വേദനിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്തത്. എനിക്ക് പറയണമെന്ന് തോന്നി. പറയാതിരുന്നില്ലെങ്കിൽ എൻ്റെ പോലത്തെ എത്രയോ പെൺകുട്ടികൾക്ക് ഇതുപോലെ തന്നെ ദ്രോഹമാവും. നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ആ ഭാര്യ കുട്ടികൾ എന്ത് ചെയ്യും? ആലോചിക്കും.